കൂട്ടുകാരെ, വെൽക്കം. നമ്മൾ ക്ലാസ് 8 8ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസിലെ ചാപ്റ്റർ 4 നമ്മുടെ കെമിസ്ട്രിയുടെ ചാപ്റ്റർ 4 ആണ് നോക്കുന്നത്. അതായത് കെമിസ്ട്രി ഓഫ് ചേഞ്ചസ്. ആദ്യത്തെ ചാപ്റ്ററാണ് കെമിസ്ട്രി രസതന്ത്രത്തിലെ ആദ്യത്തെ ചാപ്റ്ററാണ് മാറ്റങ്ങളുടെ രസതന്ത്രം. അപ്പം എങ്ങനെ തുടങ്ങുമല്ലേ? അങ്ങനെയാണെങ്കിൽ ചിത്രങ്ങളൊന്ന് നിരീക്ഷിക്കൂ. ലുക്ക് അറ്റ് ദ പിക്ചർ. വാട്ട് യു സീ ഇൻ ദി പിക്ചർ? ഈ പിക്ചറിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്? എ ക്യാൻഡിൽ ബേണിങ്, ഒരു മെഴുകുതിരി കത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ക്രാക്കർ അല്ലെങ്കിൽ ഒരു പടക്കം പൊട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ബനാന, ഒരു പഴക്കൊല പഴുത്തതും എല്ലാം കൂടെ ചേർന്ന് ഒരു പഴക്കൊല കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? പഴുത്തതും അതിൽ കുറച്ച് ഭാഗം പച്ചയായിട്ടിരിക്കുന്ന ഒരു പഴക്കൊല കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഫുഡ് പാകം ചെയ്യുന്നത് കാണാം. ഫുഡ് ഈസ് കുക്കിംഗ്. ഭക്ഷണം പാകം ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു സ്കൾപ്ചർ, ഒരു സ്റ്റോണിൽ നിന്ന് സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കുന്നത്. ഒരു കൽപ്പണിക്കാരൻ എന്താണ് ആ കല്ലിനെ ഷേപ്പുള്ള ഒരു ഇതാക്കി മാറ്റുന്ന, ഒരു വസ്തുവാക്കി മാറ്റുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ ഡിഫറെൻറ്റ് കാര്യങ്ങളാണ് നമുക്ക് ഈ ചിത്രത്തിലൂടെ കാണാൻ സാധിക്കുന്നത്. സബ്സ്റ്റൻസസ് അണ്ടർഗോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചേഞ്ചസ് ഹിയർ ഡോണ്ട് ദേ? ഇവിടെ പദാർത്ഥങ്ങൾ പലതരം മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതായി കാണുന്നില്ലേ? ഇല്ലേ? പല ടൈപ്പിലുള്ള ചേഞ്ചസ് ആണ്, മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ദി സ്റ്റോൺ ഇസ് ഷേപ്ഡ് ഇൻ ദി സ്കൾപ്ചർ ആൻഡ് ബനാന ഗെറ്റ്സ് റൈപ്പൺഡ്. ആർ ദിസ് ചേഞ്ചസ് ഓഫ് ദി സെയിം കൈൻഡ്? കല്ല് കൊത്തി ശില്പമാക്കുന്നതും വാഴക്കൊല പഴുക്കുന്നതും ഇതൊക്കെ ഒരുപോലെയുള്ള മാറ്റങ്ങളാണോ? അല്ല. ഒരു കല്ല് കൊത്തി ശില്പമാക്കുക എന്ന് പറഞ്ഞാൽ നല്ല പ്രയാസമേറിയ ജോലി, അത് കുറേ സമയമെടുക്കും. അതുപോലെ ഒരു വാഴക്കുല പഴുക്കുന്നതെന്ന് പറയുന്നതും അതും അതിൻ്റെതായ സമയങ്ങളെടുത്താണ് അതുകൊണ്ട്. അപ്പോൾ ആർ ദിസ് ചേഞ്ചസ് ഓഫ് സെയിം കൈൻഡ്? ഒരുപോലെയുള്ള മാറ്റങ്ങളാണോ? അല്ല. ഒന്ന് മനുഷ്യനിർമ്മിതവും മറ്റേത് പ്രകൃതിദത്തവുമല്ലേ? വൺ ഈസ് മാൻ കൈൻഡ്. സ്റ്റോണിനെ നമ്മൾ സ്കൾപ്ചറാക്കി ഒരു ശില്പമാക്കി മാറ്റുക എന്ന് പറയുന്നത് അതൊരു മനുഷ്യൻ ചെയ്യുന്നത്, അത് മനുഷ്യനിർമ്മിതമാണ് അല്ലേ? ആൻഡ് അതർ ഈസ് നാച്ചുറൽ. മറ്റേത് ബനാന റൈപ്പൻ ചെയ്യുക അല്ലെങ്കിൽ പഴുക്കുക എന്ന് പറയുന്നത് എന്താണ്? അത് നാച്ചുറലായിട്ടുള്ള കാര്യമാണ്, പ്രകൃതിദത്തമായ ഒരു കാര്യമാണ്. ഇഫ് യു ലുക്ക് അറൗണ്ട് യു ക്യാൻ യു ഒബ്സർവ് സോ മെനി ചേഞ്ചസ്? നമ്മുടെ ചുറ്റും നോക്കിയാലും നമുക്ക് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നിരീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. These changes may lead to the production of new substance. ഇത്തരം മാറ്റങ്ങളാണ് ചിലപ്പോൾ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകാനും കാരണമാകുന്നത്. We can see so many substances around us which undergo various change. നമുക്ക് നമ്മുടെ ചുറ്റുപാടും എല്ലാം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും പലവിധമായ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതും ഈ പദാർത്ഥങ്ങളെല്ലാം ദ്രവത്തിൻ്റെ വിവിധ രൂപങ്ങളാണെന്നും അറിയാമല്ലോ. യു നോ ദാറ്റ് ദീസ് സബ്സ്റ്റൻസ് ആർ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് മാറ്റർ. ഈ പദാർത്ഥങ്ങളെല്ലാം എന്താണ്? ദ്രവത്തിൻ്റെ, സബ്സ്റ്റൻസിൻ്റെ വിവിധ രൂപങ്ങളുമാണ്. ഓൾ ദി സബ്സ്റ്റൻസ് ഇൻ ദി യൂണിവേഴ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് മാറ്റർ. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും, എന്തൊരു വസ്തു ആയിക്കോട്ടെ, പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും ദ്രവത്താൽ, മാറ്ററിൽ നിന്നാണ് നിർമ്മിതമാകുന്നത്. ഓർത്തു വെച്ചോളോ, ഓൾ സബ്സ്റ്റൻസ്. ഇപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു പേനയായാലും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു ബുക്കായാലും എല്ലാ സബ്സ്റ്റൻസ്, യൂണിവേഴ്സിലുള്ള ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സബ്സ്റ്റൻസും ആർ മെയ്ഡ് അപ്പ് ഓഫ് മാറ്റർ. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും ദ്രവത്താൽ, മാറ്ററാൽ നിർമ്മിതമാണ്. Let us discuss the chemistry of changes of matter after understanding the general characteristic. ദ്രവത്തിൻ്റെ സവിശേഷതകൾ മനസ്സിലാക്കിയ ശേഷം നമുക്ക് പദാർത്ഥങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങളുടെ രസതന്ത്രം ചർച്ച ചെയ്യാം. അപ്പോൾ വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാറ്റർ? അപ്പം നമ്മൾ പഠിച്ചു എല്ലാ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും അല്ലെങ്കിൽ പദാർത്ഥങ്ങളും സബ്സ്റ്റൻസും മാറ്റർ, അതായത് ദ്രവത്താൽ നിർമ്മിതമാണെന്ന് പഠിച്ചു അല്ലേ? ഇപ്പം നമ്മൾ നോക്കിയതേ ഉള്ളൂ. അങ്ങനാണെങ്കിൽ മാറ്ററിൻ്റെ സവിശേഷതകൾ എന്തായിരിക്കും? ഈ ദ്രവത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. അപ്പം അതിനായിട്ട് ആദ്യം ഒരു എക്സ്പെരിമെൻറ്റ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇതാണ് ഇത്. ഈ എക്സ്പെരിമെൻറ്റിൽ 2 ബീക്കർ എടുത്തു, ഈക്വൽ എമൗണ്ടിൽ വെള്ളം എടുത്തു. ഒരു ബീക്കറിലേക്ക് ഒരു ചെറിയ സ്റ്റോണ് നമ്മൾ ടോയിൻ കെട്ടി ഇടുന്നു. ഒരു ബീക്കറിലേക്ക് കുറച്ചുകൂടെ വലിയ സ്റ്റോണ്, ഒരു വലിയ കല്ല്, ബിഗ്ഗർ സ്റ്റോണും നമ്മൾ കെട്ടിയിടുന്നു. ഡിപ്പ് എ സ്റ്റോൺ ഹങ് ഓൺ എ തേർഡ് ഇൻ ടു എ ബീക്കർ വിത്ത് ദി മാർക്ക്ഡ് വാട്ടർ ലെവൽ. വാട്ട് ഹാപ്പൻസ് ടു ദി വാട്ടർ ലെവൽ? ജലനിരപ്പ് അടയാളപ്പെടുത്തിയ, നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴും നമ്മുടെ വെള്ളം എത്രയുണ്ടെന്ന് ആദ്യം അടയാളപ്പെടുത്തണം. അതിന് ശേഷമാണ് നമ്മൾ കല്ലിടേണ്ടത്. ഓക്കെ? ജലനിരപ്പ് അടയാളപ്പെടുത്തിയ ഒരു ബീക്കറിലേക്ക് ഒരു കല്ല് നൂലിൽ കെട്ടി താഴ്ത്തുക. ജലനിരപ്പിന് എന്ത് മാറ്റം ഉണ്ടാകുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
വൈ ഡസ് ദി വാട്ടർ ലെവൽ റൈസ്? ജലനിരപ്പ് ഉയരാൻ കാരണം എന്തായിരിക്കും? നമുക്ക് കാണാൻ സാധിക്കുന്ന മാർക്ക് ചെയ്ത വാട്ടർ ലെവലിൽ നിന്ന് മുകളിലേക്ക് വാട്ടർ ലെവൽ ജലനിരപ്പ് ഉയരുന്നതായിട്ട് കാണാൻ സാധിക്കും അല്ലേ? ഇത് എന്തുകൊണ്ടായിരിക്കും? ഇത് സ്റ്റോൺ ഓക്കുപൈസ് സ്പേസ് ഇൻ ദി വാട്ടർ. നമ്മൾ കല്ല് വെള്ളത്തിലേക്ക് ഇടുമ്പോൾ കല്ല് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് അല്ലേ? ആ കല്ല് വെള്ളത്തിൽ സ്ഥിതി ചെയ്യാൻ ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസ് ആവശ്യമാണ്. അപ്പം ഈ കല്ലിടുമ്പോഴത്തേക്ക് ആ കല്ല് ചെല്ലുന്ന അത്രയും ഭാഗത്തെ വെള്ളം എന്ത് ചെയ്യുന്നു? മാറിപ്പോകുന്നു. കല്ലിന് വേണ്ടി ഒരു സ്പേസ് ഒക്കുപ്പൈ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെയാണ് ജലനിരപ്പ് ഉയരാൻ അവിടെ കാരണമായത്. മനസ്സിലായോ? നമ്മൾ ഒരു സ്റ്റോണ് ഈ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ സ്റ്റോണിന് ആവശ്യമായ സ്പേസ് വേണം. സ്റ്റോണിന് അതിനകത്തേക്ക് ഒരു സ്പേസ് ആവശ്യമാണ് അല്ലേ? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. അപ്പോൾ ഈ കല്ല് വരുമ്പോഴത്തേക്ക് ആ സ്റ്റോണിന് നിൽക്കാൻ ആവശ്യമായ സ്ഥലത്തെ വെള്ളം മാറിപ്പോകുന്നു. അങ്ങനെയാണ് അവിടെ ജലനിരപ്പ് ഉയരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വാട്ട് ഡിഫറൻസ് ഡു യു ഒബ്സർവ് ഇഫ് എ ബിഗ്ഗർ സ്റ്റോൺ ഈസ് യൂസ്ഡ്? നമ്മൾ കുറച്ചും കൂടി വലിയ കല്ലാണ് ബീക്കറിലേക്ക് താഴ്ത്തുന്നതെങ്കിൽ ജലനിരപ്പിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നത്? കുറച്ചും കൂടെ കൊച്ചു സ്റ്റോൺ അല്ലെ ഒരു ചെറിയ കല്ലിട്ടതിനേക്കാളും കൂടുതലായിട്ട് വാട്ടർ ലെവൽ ജലനിരപ്പ് ഉയർന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് മനസ്സിലാവുന്ന മാറ്ററിൻ്റെ. എന്താണ്? നമ്മൾ ഒരു കല്ല് നമ്മൾ ആ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ ജലനിരപ്പ് അല്ലെങ്കിൽ വാട്ടർ ലെവൽ കൂടുന്നു. കാരണം നമ്മൾ ആ കല്ല് വെള്ളത്തിലേക്ക് ഇടുമ്പോൾ ആ കല്ലിന് അല്ലെങ്കിൽ ആ സ്റ്റോണിന് വാട്ടറിൽ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. ആ കല്ല് ആ വാട്ടറിൽ സ്ഥിതി ചെയ്യുമ്പോൾ ആ കല്ലിരുന്ന ഭാഗത്തെ വെള്ളമെല്ലാം അവിടെ നിന്ന് മാറിപ്പോകുന്നു. അതുകൊണ്ടാണ് വാട്ടർ ലെവൽ കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വൺ ഓഫ് ദി പ്രോപ്പർട്ടീസ് ഓഫ് ദി മാറ്റർ ഈസ് ദാറ്റ് ഇറ്റ് ഒക്കുപ്പൈസ് സ്പേസ്. ദി സ്പേസ് ഒക്കുപ്പൈഡ് ബൈ മാറ്റർ ഈസ് ഇറ്റ്സ് വോളിയം. അപ്പോൾ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്നതാണ് ദ്രവത്തിൻ്റെ ഒരു സവിശേഷത. ഇറ്റ് ഒക്കുപ്പൈ സ്പേസ്. മാറ്ററിൻ്റെ ഒരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു, ഒക്കുപ്പൈ സ്പേസ്. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് ദ്രവത്തിന്. അതിനെ പറയുന്ന ഒരു എക്സ്പെരിമെൻ്റാണ് നമ്മളിവിടെ കണ്ടത്. ദ്രവത്തിൻ്റെ സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തെയാണ് അതിൻ്റെ വ്യാപ്തം എന്ന് നമ്മൾ പറയുന്നത്. ദ്രവത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തെയാണ് അതിൻ്റെ വ്യാപ്തം, വോളിയം എന്ന് പറയുന്നത്. ഇത് സ്പേസ് ഒക്കുപ്പൈഡ് ബൈ മാറ്റർ ഈസ് ഇറ്റ്സ് വോളിയം. ദ്രവത്തിന് മാറ്ററിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തെ സ്പേസ് ഒക്കുപ്പൈഡ് ബൈ മാറ്റർ ഈസ് ഇറ്റ്സ് വോളിയം, വ്യാപ്തം എന്ന് പറയുന്നത്. വെയ് ബോത്ത് ദി സ്റ്റോൺസ് യൂസിങ് എ ബാലൻസ്. ഈ രണ്ട് കല്ലുകളെയും ഒരു ത്രാസിൽ തൂക്കി നോക്കുക. എന്ത് വ്യത്യാസമാണ് കാണാൻ സാധിക്കുന്നത്? ചെറിയ കല്ലിൻ്റെ വെയിറ്റിനേക്കാളും കൂടുതലായിരിക്കും വലിയ കല്ലിൻ്റെ വെയിറ്റ്. വാട്ട് ഡിഫറൻസ് ഡു യു ഒബ്സർവ്? എന്ത് വ്യത്യാസമാണ് കാണുന്നതെന്ന് മനസ്സിലാക്കാമല്ലോ. വാട്ടർ ഹാസ് മാസ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ദ്രവത്തിന് മാസ് ഉണ്ടെന്ന്. ദിസ് ഈസ് ദി അനദർ പ്രോപ്പർട്ടി ഓഫ് മാറ്റർ. ഇത് മാറ്ററിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ എന്താണ് ഒരു പ്രത്യേകത? ഇറ്റ് ഒക്കുപ്പൈ സ്പേസ്. മാറ്ററിൻ്റെ ഒന്നാമത്തെ പ്രത്യേകതയാണ് ഇറ്റ് ഒക്കുപ്പൈ സ്പേസ്. രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് മാറ്റർ ഹാസ് മാസ്. മാറ്ററിന് ദ്രവത്തിന് മാസ് ഉണ്ട്. മറ്റെന്താണ്? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. ദ്രവത്തിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. ദ്രവത്തിന് മാസ് ഉണ്ട്. മാറ്റർ ഹാസ് മാസ്, ഇറ്റ് ഒക്കുപ്പൈ സ്പേസ്. നമ്മൾ രണ്ട് സ്റ്റോണും വെയിറ്റ് ചെയ്ത് നോക്കുന്നു, അതിൻ്റെ തൂക്കം നോക്കുന്നു. തൂക്കം നോക്കുമ്പോൾ ചെറിയ കല്ലിനേക്കാളും വെയിറ്റ് കൂടുതലാണ് ആർക്ക്? വലിയ കല്ലിന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ദ്രവത്തിന്, മാറ്ററിന് മാസ് ഉണ്ട്. മാറ്റർ ഹാസ് മാസ് ഉണ്ടെന്ന്. ഇത് ദ്രവത്തിൻ്റെ മറ്റൊരു സവിശേഷതയുമാണ്. മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദി മെഷർ ഓഫ് ദി ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ ഇറ്റ്. നമ്മളൊരു പദാർത്ഥത്തിൻ്റെ മാസ്, വെയിറ്റ് എന്ന് പറയുന്നത് അതിൽ അടങ്ങിയിരിക്കുന്ന ദ്രവത്തിൻ്റെ, പദാർത്ഥത്തിൻ്റെ അളവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ദ്രവത്തിൻ്റെ അളവാണ് അതിൻ്റെ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈസ് എയർ എ ഫോം ഓഫ് മാറ്റർ? വായു ഒരു ദ്രവമാണോ? ഡസ് എയർ നീഡ് സ്പേസ് ടു ഓക്കുപ്പൈ? വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണോ? ചിത്രത്തിലേതുപോലെ ഒരു ഗ്ലാസ്സിനുള്ളിൽ ടവൽ ഉറപ്പിച്ച് വെച്ച ശേഷം ഗ്ലാസ് തല കീഴായി പിടിച്ച് ബീക്കറിലെ ജലത്തിലേക്ക് താഴ്ത്തുക. ഡസ് ദ ടവൽ ഗെറ്റ് വെറ്റ്? ടവൽ നനയുന്നുണ്ടോ? ഇല്ല, ടവൽ നനയുകയില്ല.
നോ. ഗ്ലാസ്സിനുള്ളിൽ ജലം കയറാത്തത് എന്തുകൊണ്ടായിരിക്കും? വൈ ഡസ് നോട്ട് വാട്ടർ എൻ്റർ ദി ഗ്ലാസ്? ഗ്ലാസ്സിനുള്ളിൽ വെള്ളം കയറാത്തത് എന്തുകൊണ്ടായിരിക്കും? അതിനുള്ളിൽ വായു ഉണ്ടായതുകൊണ്ടാണ്, എയർ ഉണ്ടായതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ്? വായു ഉണ്ടായത് മൂലമാണ്, എയർ ഉണ്ടായത് കാരണമാണ്, വായു ഉള്ളത് കാരണമാണ്. ബീക്കറിലെ ജലനിരപ്പിന് എന്ത് വ്യത്യാസമാണ് ഉണ്ടായത്? ജലനിരപ്പ് ഉയരുകയും ചെയ്യും. റൈസസ്, ജലനിരപ്പ് ഉയർന്നു. ജലനിരപ്പ് ഉയരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ടവല് നമ്മൾ മുക്കിയ ശേഷം നോക്കുമ്പോൾ ടവല് നനയുകയില്ല, പക്ഷേ ഗ്ലാസ്സിനുള്ളിൽ വെള്ളം കയറാത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ കാരണം വായു അതിനുള്ളിൽ ഉള്ളതിനാലാണ്. ഗ്ലാസ്സിനുള്ളിൽ വായു ഉള്ളതിനാൽ, എയർ ഉള്ളതിനാലാണ് വെള്ളം ഉള്ളിലേക്ക് കയറി ടവല് നനയാതിരുന്നത്. അതുപോലെ തന്നെ ഈ ഗ്ലാസ് മുക്കിയപ്പോഴത്തേക്ക് ജലനിരപ്പ്, വാട്ടർ ലെവൽ കൂടുന്നതായിട്ട്, റൈസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ജലനിരപ്പിലെ വ്യത്യാസം വായുവിൻ്റെ വ്യാപ്തത്തെയല്ലേ സൂചിപ്പിക്കുന്നത്? ദി ഡിഫറൻസ് ഇൻ വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റ്സ് ദി വോളിയം ഓഫ് എയർ. യെസ്, അതെ. ജലനിരപ്പ് ഉയരാൻ കാരണം എന്താണ്? വായുവിന് ഇരിക്കാൻ സ്പേസ് വേണം, വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. അതുകൊണ്ടാണ് ജലനിരപ്പ് ഉയർന്നത്, അല്ലേ? അപ്പോൾ എയർ നീഡ് സ്പേസ്, എയറിനും ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസ് വേണമെന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് വാട്ടർ ലെവൽ, ജലനിരപ്പ് ഉയർന്നത്. ഇനി വായുവിന് മാസ് ഉണ്ടോ എന്നൊന്ന് കണ്ടുപിടിക്കാം. വായു നിറയ്ക്കാത്ത ഒരു ഫുട്ബോളിൻ്റെ മാസും, നമ്മൾ ഫുട്ബോളൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലേ? ഒരു വായു നിറയ്ക്കാത്തൊരു ഫുട്ബോളും അതുപോലെ തന്നെ വായു നിറച്ചൊരു ഫുട്ബോളും, എയർ ഫിൽഡ് ആയിട്ടുള്ള ഒരു ഫുട്ബോളും എയർ ഇല്ലാത്തൊരു ഫുട്ബോളും എടുക്കാം. എന്നിട്ട് അതിൻ്റെ വെയിറ്റ് നമ്മളൊരു ഡിജിറ്റൽ ബാലൻസ് വെച്ച് പരിശോധിച്ച് നോക്കിയാൽ വായു നിറച്ച അല്ലെങ്കിൽ എയർ ഫീൽഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ഫുട്ബോളിനായിരിക്കും വെയിറ്റ് കൂടുതൽ, മാസ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലേ? അതെന്തുകൊണ്ടാണ്? അതിൽ നിന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും നമ്മുടെ എയറിന് മാസ് ഉണ്ട്, വായുവിന് മാസ് ഉണ്ടെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലായല്ലോ. എയർ ഹാസ് മാസ്, വായുവിന് മാസ് ഉണ്ട്. അപ്പം നമ്മൾ വായുവിൻ്റെ പ്രോപ്പർട്ടീസ് കുറച്ചുകൂടെ മനസ്സിലാവും. അതിൽ വായുവിന് ഇരിക്കാൻ സ്ഥലം വേണോ, അല്ലെങ്കിൽ വായുവിന് ഇരിക്കാൻ സ്പേസ് വേണോ, അല്ലെങ്കിൽ വായുവിന് മാസ് ഉണ്ട്, എയറിന് മാസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ചെയ്ത ഒരു എക്സ്പെരിമെൻ്റാണ്. നമ്മളൊരു ഗ്ലാസ് എടുക്കുന്നു, ആ ഗ്ലാസ്സിലേക്ക് ടവല് വെക്കുന്നു, അതിന് ശേഷം നമ്മളൊരു ബീക്കറിൽ വെള്ളം എടുത്ത ശേഷം ആ ബീക്കറിലേക്ക് തല കീഴായിട്ട് നമ്മൾ ഈ ഗ്ലാസ് ഇറക്കുന്നു. അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, നമ്മൾ ആ ഗ്ലാസ് ഇറക്കിയപ്പോഴത്തേക്ക് ടവല് നനയുന്നില്ലായിരുന്നു, ടവല് വെറ്റാകുന്നില്ലായിരുന്നു. അതുപോലെ തന്നെ ഈ ഗ്ലാസ്സിനുള്ളിലേക്ക് വെള്ളം കയറുന്നുമില്ലായിരുന്നു, അല്ലേ? അവസാനമായി ജലനിരപ്പ് ഉയരുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി നമ്മുടെ വായുവിന് അല്ലെങ്കിൽ എയറിന് ഇരിക്കുവാൻ സ്പേസ് ആവശ്യമാണ്, വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണെങ്കിൽ അത് എന്തായിരിക്കും? എയർ ഒരു മാറ്ററാണ്, എയറും ഒരു ദ്രവമാണ്, വായു ഒരു ദ്രവമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി എയറിന് മാസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ എയർ ഇല്ലാത്തൊരു ഫുട്ബോളിൻ്റെ മാസും അതുപോലെ ഇത് ഇൻഫ്ലേറ്റ് ചെയ്ത വായു നിറച്ച ഒരു ഫുട്ബോളിൻ്റെ മാസും തമ്മിൽ കമ്പയർ ചെയ്തു. നമ്മളത് കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഇൻഫ്ലേറ്റ് ചെയ്ത ബലൂണിൽ അല്ലെങ്കിൽ വായു നിറച്ച ബലൂണിലാണ് മാസ് കൂടുതലായിട്ട് കാണാൻ സാധിച്ചത്. അങ്ങനെ രണ്ടാമത്തെ സവിശേഷതയും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, വായുവിന് മാസ് ഉണ്ട് എന്ന്. വായുവിന് എന്തുണ്ടെന്ന്? എയറിന് മാസ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് നമുക്കൊരു ക്ലിയർ ഒരു ഇതാണ് കിട്ടുന്നത്. എയർ ഒരു മാറ്ററാണ്, എയറിന് ഇരിക്കാൻ സ്ഥലം വേണം, അതുപോലെ എയറിന് മാസ് ഉണ്ട്. വായു ഒരു ദ്രവമാണ്, വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്, വായുവിന് മാസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ ഏതിനെയും ദ്രവം എന്ന് വിളിക്കാം. എനിത്തിങ് that occupies space and has a mass is called matter. സ്ഥിതി ചെയ്യാൻ, ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസ്, സ്ഥിതി ചെയ്യാൻ സ്ഥലവും അതുപോലെ മാസമുള്ള ഏതൊള്ളത്തിനെയും നമുക്ക് ദ്രവം എന്ന് വിളിക്കാം. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഫോൺ ഇരിക്കുക, അത് സ്ഥിതി ചെയ്യുന്നത് നിങ്ങളുടെ ആ കൈക്കുള്ളിലല്ലേ? അതിന് മാസ് ഇല്ലേ, വെയിറ്റ് ഇല്ലേ? അപ്പം അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ദ്രവം, മാറ്റർ എന്ന് വിളിക്കാം. അപ്പം സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും എനിത്തിങ് ദാറ്റ് ഒക്കുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് എ മാസ് ഉള്ളതുമായ ഏതൊരു ദ്രവത്തെയും നമുക്ക് എന്തെന്ന് വിളിക്കാം?
മാറ്റർ എന്ന് വിളിക്കുക. അപ്പം മാറ്ററിൻ്റെ ഡെഫിനിഷൻ പഠിച്ചോണം. എനിത്തിങ് ദാറ്റ് ഒക്യുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് എ മാസ് ഈസ് കോൾഡ് മാറ്റർ. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസമുള്ളതുമായ ഏതിനെയും ദ്രവം എന്ന് വിളിക്കുന്നു. അപ്പോൾ വായു ഒരു ദ്രവമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഫ്രം ദിസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് എയർ ഇസ് എ ഫോം ഓഫ് മാറ്റർ. ഇനി ആരെങ്കിലും ചോദിച്ചാൽ പറയുമല്ലോ, എയറും എന്താണ്? ഒരു മാറ്റർ ആണ്, ഒരു ദ്രവമാണ്. അതിനിരിക്കാൻ സ്ഥലം വേണം, അതിന് മാസമുണ്ട്. എയറിന് മാസം ഉണ്ടെന്ന് ഓർത്തോണം, എയറിന് മാസമുണ്ട്. മാറ്റർ എക്സിസ്റ്റ് മെയിൻലി ഇൻ 3 സ്റ്റേറ്റ്സ്. നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്നതാണ്. ദ്രവം പ്രധാനമായും 3 അവസ്ഥകളിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ? നമ്മൾ നേരത്തെ തൊട്ടേ പഠിച്ചിട്ടുള്ളത് എന്താണ്? സോളിഡ് ഖരം, ലിക്വിഡ് ദ്രാവകം, ഗ്യാസ് വാതകം. എന്തൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഖരം, ദ്രാവകം, വാതകം. അപ്പം നമുക്ക് നോക്കാം ഇതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസിൻ്റെ, ഖരം, ദ്രാവകം, വാതകത്തിൻ്റെ സവിശേഷതകൾ, പ്രോപ്പർട്ടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നിങ്ങൾ പിടിച്ചിരിക്കുന്ന ഈ ഫോൺ എന്ന് പറയുന്ന ഒരു സോളിഡ് ഫോമാണ് അല്ലേ? ഒരു ഖര അവസ്ഥയിലിരിക്കുന്ന ആളാണ്. അപ്പോൾ ആ ഫോൺ തന്നെ നോക്ക്. ഹാസ് ഡെഫിനിറ്റ് മാസ്. അതിനൊരു നിശ്ചിത മാസ് ഉണ്ടല്ലോ അല്ലേ? ഹാസ് ഡെഫിനിറ്റ് മാസ്. യെസ്, അതിനൊരു നിശ്ചിത മാസ് ഉണ്ട്. ഹാസ് ഡെഫിനിറ്റ് വോളിയം. നമുക്ക് അതിൻ്റെ വോളിയം എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വ്യാപ്തം എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന് വ്യാപ്തം കറക്റ്റായിട്ട് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു നിശ്ചിത വ്യാപ്തവുമുണ്ട്. ഹാസ് ഡെഫിനിറ്റ് വോളിയമുണ്ട്. ഹാസ് ഡെഫിനിറ്റ് ഷേപ്പ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണിന് ഒരു നിശ്ചിത ആകൃതി ഇല്ലേ? അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണ് ഇരിക്കുന്നത് അല്ല, ഒരു നിശ്ചിതമായ ഒരു ഷേപ്പിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതിനൊരു നിശ്ചിത ആകൃതിയുണ്ട്. ഹാസ് ഡെഫിനിറ്റ് ഷേപ്പ്. ഇതിൽ നിന്ന് നമ്മൾ സോളിഡിൻ്റെ 3 പ്രോപ്പർട്ടിയും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ സോളിഡിന് ഡെഫിനിറ്റായിട്ടൊരു മാസ് ഉണ്ട്, ഡെഫിനിറ്റായിട്ടൊരു വോളിയം ഉണ്ട്, ഡെഫിനിറ്റായിട്ടൊരു ഷേപ്പ് ഉണ്ട്. ഖരത്തിന് നിശ്ചിത മാസ് ഉണ്ട്, നിശ്ചിത വ്യാപ്തമുണ്ട്, നിശ്ചിത ആകൃതിയുണ്ട്. ഓക്കെ, നമ്മുടെ ഫോൺ എക്സാമ്പിളായിട്ട് ഓർത്ത് നമുക്ക് സിമ്പിളായിട്ട് ഈ 3 പ്രോപ്പർട്ടിയും ഖരത്തിൻ്റെ, സോളിഡിൻ്റെ ഇതാണ്. ഇനി ദ്രാവകം, ലിക്വിഡ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വെള്ളം. ഓക്കെ, വെള്ളത്തിന് മാസ് ഉണ്ടോ? വെയിറ്റ് ഉണ്ടോ? നിങ്ങൾ അടുത്തൊരു കുപ്പി ഇരിപ്പുണ്ടെങ്കിൽ ആ കുപ്പി നോക്ക്. കുപ്പിയിൽ നമ്മൾ ആ വെള്ളം എടുത്ത് വെയിറ്റ് ഇല്ലേ? വെള്ളത്തിന് വെയിറ്റ് ഉണ്ടല്ലോ. ഹാസ് ഡെഫിനിറ്റ് മാസ് ഉണ്ട്. ഹാസ് ഡെഫിനിറ്റ് വോളിയം. നമ്മൾ ഏത് കുപ്പിയിലാണോ വെച്ചിരിക്കുന്നത് അതിനനുസരിച്ച് അതിന് വ്യാപ്തമുണ്ട്, വോളിയമുണ്ട്. അപ്പോൾ വെള്ളത്തിന് വോളിയമുണ്ട്. ഹാസ് ഡെഫിനിറ്റ് ഷേപ്പ്. നിശ്ചിത ആകൃതിയുണ്ടോ? നമ്മളൊരു ചെറിയ കുപ്പിയിൽ, ഇപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കുപ്പിയിലെ വെള്ളം നമ്മൾ ചെറിയൊരു ഗ്ലാസ്സിലോട്ട് മാറ്റിയാൽ ആ ഒരു ഗ്ലാസിൻ്റെ ഷേപ്പായിരിക്കും. അപ്പോൾ ഒരു നിശ്ചിത ആകൃതിയുണ്ടോ വെള്ളത്തിന്? ഡെഫിനിറ്റായിട്ടൊരു ഷേപ്പ് ഉണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ ഒരു ഇൻറ്റു മാർക്ക് ഇട്ട് കൊടുക്കുക. ദ്രാവകത്തിന്, ലിക്വിഡിന് ഡെഫിനിറ്റായിട്ടൊരു ഷേപ്പില്ല. ഇനി ഗ്യാസ് നോക്കാം. നമ്മളിപ്പോൾ എയർ തന്നെ നോക്കി അല്ലേ? അപ്പോൾ ഗ്യാസിന് എന്തുണ്ട്? ഡെഫിനിറ്റായിട്ടൊരു മാസ് ഉണ്ട്. അതും പോട്ടെ, എയർ അല്ലെങ്കിൽ നമ്മൾ ഹൈഡ്രജൻ ബലൂൺ, നമ്മൾ ബലൂൺ വെറുതെ ഇരിക്കുമ്പോൾ എന്താണ് അതിന് വെയിറ്റ് ഉണ്ടോ? ഇല്ല. ബലൂണിലേക്ക് നമ്മൾ ഗ്യാസ് നിറച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഹൈഡ്രജൻ ഗ്യാസ് അല്ലെങ്കിൽ നമ്മൾ എയർ നിറച്ച് കഴിയുമ്പോൾ അതിൻ്റെ വെയിറ്റിന് ഡിഫറൻസ് വരത്തില്ലേ? അപ്പോൾ അതെന്താണ്? ഹാസ് ഡെഫിനിറ്റ് മാസ്. വാതകത്തിന് നിശ്ചിത മാസ് ഉണ്ട്. വ്യാപ്തം, നിശ്ചിത വ്യാപ്തം പറയാമോ? നമ്മൾ 1 ലിറ്റർ കുപ്പിയിൽ നിറച്ചിരിക്കുന്ന വാതകം നമ്മൾ 2 ലിറ്റർ കുപ്പിയിലേക്ക് മാറ്റിയാൽ ആ വാതകത്തിൻ്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നത് 2 ലിറ്റർ ആവും. നമ്മൾ 2 ലിറ്റർ വ്യാപ്തത്തിൽ നിറച്ചിരിക്കുന്ന കുപ്പിയിൽ നിന്ന് നമ്മൾ 10 ലിറ്റർ വ്യാപ്തമുള്ള, വോളിയമുള്ള വേറൊരു ടാങ്കിലോട്ട് എന്തെങ്കിലും മാറ്റിയാൽ ആ ഗ്യാസിൻ്റെ, ആ വാതകത്തിൻ്റെ വ്യാപ്തം 10 ലിറ്റർ ആവും. അപ്പോൾ ഒരു നിശ്ചിത അല്ലെങ്കിൽ ഒരു ഡെഫിനിറ്റ് ആയിട്ട് വോളിയം നമുക്ക് ആർക്കില്ല? വാതകത്തിൻ്റെ കേസിൽ പറയാൻ പറ്റത്തില്ല, ഗ്യാസിൻ്റെ കേസിൽ പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു നിശ്ചിത വ്യാപ്തം ഇല്ല. ആസ് നോ ഡെഫിനിറ്റ് വോളിയം. ഷേപ്പും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഇപ്പം നമ്മൾ ചെറിയ കുപ്പിയിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഷേപ്പ്, നമ്മൾ ബലൂണിൻ്റെ ഷേപ്പിലാണ് ഗ്യാസ് നിറച്ചേക്കുന്നത്, അപ്പോൾ അത് ബലൂണിൻ്റെ ഷേപ്പായിരിക്കും. അപ്പോൾ ഒരു ഡെഫിനിറ്റ് ആയിട്ടൊരു ഷേപ്പ് നമുക്ക് പറയുവാൻ ഗ്യാസിൻ്റെ കേസിൽ സാധിക്കത്തില്ല. ഹാസ് നോ ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല, നിശ്ചിത ആകൃതിയും ഇല്ല. ഇപ്പം എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് നമുക്ക് മനസ്സിലായത്? ഖരം, സോളിഡിൻ്റെ നോക്കുമ്പോൾ എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ട്. നിശ്ചിത മാസ് ഉണ്ട്, ഡെഫിനിറ്റ് മാസ് ഉണ്ട്, നിശ്ചിത വ്യാപ്തം ഉണ്ട്, ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, നിശ്ചിത ആകൃതിയുണ്ട്.
എന്നാൽ ദ്രാവകം ലിക്വിഡ് വരുമ്പോഴത്തേക്ക് ഡെഫിനിറ്റ് മാസും ഉണ്ട്, ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, പക്ഷെ ഡെഫിനിറ്റ് ആയിട്ടൊരു ഷേപ്പില്ല, ഒരു നിശ്ചിത ആകൃതിയില്ല, പക്ഷെ നിശ്ചിത മാസും നിശ്ചിത വ്യാപ്തവും ഉണ്ട്. വാതകം ഗ്യാസിൽ നോക്കുവാണെങ്കിൽ ഒരു നിശ്ചിത മാസ് ഉണ്ട്, ഡെഫിനിറ്റ് ആയിട്ടൊരു മാസ് ഉണ്ട്, പക്ഷെ ഹാസ് നോ ഡെഫിനിറ്റ് വോളിയം, വോളിയവും ഇല്ല ഡെഫിനിറ്റ് ആയിട്ടുള്ളത്, ഡെഫിനിറ്റ് ആയിട്ടൊരു ഷേപ്പുമില്ല, നിശ്ചിത വ്യാപ്തവുമില്ല, നിശ്ചിത ആകൃതിയുമില്ല വാതകത്തിന്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചേഞ്ചസ് ആണ് നമ്മൾ ഇനി നോക്കുന്നത്. മാറ്റങ്ങൾ പലതരം. ഒരു ചെറിയ സ്റ്റീൽ പാത്രത്തിൽ അല്പം മെഴുക് ചൂടാക്കി നോക്കൂ. എന്ത് സംഭവിക്കുന്നു? നമ്മളൊരു സ്റ്റീൽ വെസൽ എടുത്തിട്ട് കുറച്ച് വാക്സ് മെഴുക് എടുത്തിട്ട് നല്ലപോലെ ചൂടാക്കുക. എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ആ വാക്സ്, ആ മെഴുക് ഉരുകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, മെൽറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ്? മെൽറ്റ് ചെയ്യുന്നതായിട്ട്, ഉരുകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വാട്ട് ഹാപ്പൻസ് വെൻ ദി ലിക്വിഡ് വാക്സ് ഇസ് കൂൾഡ്? പാത്രത്തിൽ ഉണ്ടാകുന്ന ദ്രാവകത്തെ നമ്മൾ അല്പസമയം കഴിഞ്ഞ് തണുപ്പിച്ചാൽ എന്ത് സംഭവിക്കും? അത് തിരിച്ച് പിന്നെ എന്താണ്? ആ സോളിഡ് ഫോമിൽ, ആ ഖര അവസ്ഥയിലേക്ക് ആ മെഴുക് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമ്മൾ വാക്സ് സോളിഡ് ഫോമിൽ ഖര അവസ്ഥയിലിരുന്നത് ചൂടാക്കിയപ്പോഴത്തേക്ക് ആ വാക്സ് മെഴുക് ദ്രാവക അവസ്ഥയിലേക്ക്, ലിക്വിഡ് ഫോമിലേക്ക് പോയി. നമ്മൾ അതിനെ കൂൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ, തണുപ്പിച്ചപ്പോഴത്തേക്ക് ദ്രാവക അവസ്ഥയിലിരുന്ന മെഴുക്, ലിക്വിഡ് അവസ്ഥയിലിരുന്ന വാക്സ് തിരിച്ച് സോളിഡ് അവസ്ഥയിലേക്ക്, ഖര അവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. We have seen that wax can be converted from solid to liquid and vice versa. നമ്മൾ കണ്ടു മെഴുക് ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്കും തിരിച്ച് ദ്രാവകാവസ്ഥയിൽ നിന്ന് ഖരാവസ്ഥയിലേക്കും മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഒരു കഷ്ണം കടലാസ് കത്തിച്ച് ചാരമാക്കിയാലോ? ബട്ട് ഇഫ് എ പീസ് ഓഫ് പേപ്പർ ഇസ് ബേൺ ടു ആഷ് ക്യാൻ ഇറ്റ് ബി ചേഞ്ച് ടു പേപ്പർ അഗെയിൻ? ഉണ്ടാകുന്ന ചാരത്തെ തിരികെ കടലാസാക്കാൻ പറ്റുമോ? എന്തെങ്കിലും ജാലക വിദ്യ അറിയാമോ? ഇല്ല. നമ്മളൊരു പേപ്പർ കത്തിച്ച് അത് ചാരമാകും, ആ ചാരത്തെ തിരിച്ച് നമുക്ക് കടലാസാക്കാൻ അല്ലെങ്കിൽ ആ പേപ്പർ ആക്കാൻ സാധിക്കത്തില്ല. ഡു ഓൾ ദി ചേഞ്ചസ് ഒക്കെ അറ്റ് ദി സെയിം സ്പീഡ്? എല്ലാ മാറ്റങ്ങളും ഒരേ വേഗതയിലാണോ നടക്കുന്നത്? അല്ല, എല്ലാ മാറ്റങ്ങളും എന്താണ്? പല വേഗതയിലാണ്, പല സ്പീഡിലാണ് എല്ലാ മാറ്റങ്ങളും, എല്ലാ ചേഞ്ചസും നടക്കുന്നത്. വാട്ട് ഈസ് ദി അപ്രോക്സിമേറ്റ് ടൈം ടേക്കൺ ഫോർ ദി ജെർമിനേഷൻ ഓഫ് എ പീ സീഡ്? ഒരു പയറ് വിത്ത് മുളയ്ക്കാൻ ഏകദേശം എത്ര സമയം എടുക്കും? 1-2 ദിവസം എടുക്കും അല്ലേ ഒരു പയറ് വിത്ത് മുളയ്ക്കാൻ. അതുപോലെ നമ്മളിപ്പോൾ പേപ്പർ കത്തിക്കുന്നെന്ന് പറഞ്ഞാൽ, ആ പേപ്പർ കത്തിക്കുന്ന എന്താണ്? ചിലപ്പോൾ ഒരു 2-3 മിനിറ്റിനുള്ളിൽ ആ പേപ്പർ കത്തിത്തീരും. അല്ലെ ചെറിയ പേപ്പറാണെങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ തീരും. അപ്പോൾ എന്താണ്? ഓരോ മാറ്റങ്ങൾക്കും എന്താണ്? ഓരോ സ്പീഡാണ്, പല വേഗതകളാണ് കാണാൻ സാധിക്കുന്നത്. Does it take a long time for the plant to grow and blossom? അത് വളർന്ന് പൂവിടാനോ ഏറെ നാളുകൾ വേണമല്ലേ? അല്ലേ? ആ പ്ലാന്റ്, ഇപ്പം നമ്മൾ പയർ നട്ടു, ആ പയർ നട്ട് അതൊന്ന് വളർന്ന് അത് പൂവിട്ട് അത് നമുക്ക് പയർ തരണമെങ്കിൽ, ഇന്ന് ഞാൻ പയറിട്ടു നാളെ എനിക്ക് പൂ ഉണ്ടായി ആ പയറിൽ പിറ്റേ ദിവസം പയറുണ്ടാവുകയാണ് ചെയ്യുന്നത്. അല്ല, ഏറെ നാളെടുത്താണ് ആ പ്രോസസ്സ് നടക്കുന്നത്. അതുപോലെ തന്നെ ഗ്യാസ് അടുപ്പ് കത്തുന്നത്, പടക്കം പൊട്ടുന്നതൊക്കെ എന്താണ്? വേഗത്തിൽ നടക്കുന്നത്. നമ്മളൊക്കെ ദിവാലിക്കൊക്കെ പടക്കം പൊട്ടിച്ചിട്ടുള്ളവരാ. അതുപോലെ സ്റ്റൗ ഒക്കെ നമ്മളെന്താ വെള്ളം തിളപ്പിക്കാനും ചായ ഇടാനൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി അടുക്കളയൊക്കെ കയറിയിട്ടുള്ളവരാണ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ എന്താണ്? പെട്ടെന്ന് വേഗത്തിൽ നടക്കുന്ന ചേഞ്ചസ് ആണ്, മാറ്റങ്ങൾ, അല്ലെ അതൊക്കെ പെട്ടെന്ന് നടക്കുന്ന സംഭവങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ സാവധാനത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ, വേഗത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ എന്നിവയ്ക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തൂ. ഫൈൻഡ് മോർ എക്സാമ്പിൾസ് ഫോർ സ്ലോ ആൻഡ് ഫാസ്റ്റ് ചേഞ്ചസ്. കണ്ടെത്താമല്ലോ. അപ്പോൾ സ്ലോ ചേഞ്ചസ്, സാവധാനത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇരുമ്പ് ചുരുങ്ങുന്നത് അല്ലെങ്കിൽ ഇരുമ്പിന് തുരുമ്പ് പിടിക്കുന്നത്, റസ്റ്റിംഗ് ഓഫ് അയോൺ, അതെന്താണ്? സ്ലോ പ്രോസസ്സാണ്. നമ്മളൊരു ഇരുമ്പ് കഷ്ണം അല്ലെങ്കിൽ നമ്മുടെ പിച്ചാത്തി വെളിയിലിട്ടാൽ അത് നാളെ തുരുമ്പ് പിടിക്കുകയോ ഇല്ല, അത് കുറച്ച് ദിവസം എടുത്തിട്ടാണ് എന്താണ് അതിൽ തുരുമ്പ് പിടിക്കുന്നത്. ഇപ്പോൾ റെസ്റ്റിംഗ് ഓഫ് അയൺ ഒരു സാവധാനത്തിൽ നടക്കുന്ന മാറ്റം, സ്ലോ ചേഞ്ചസ് ആണ്. ജെർമിനേഷൻ ഓഫ് സീഡ്, വിത്ത് മുളയ്ക്കുന്നത് ഒരു സാവധാന പ്രോസസ്സാണ്. ഗ്രോയിങ് ഓഫ് ഫ്രൂട്ട്സ്, ഫലങ്ങളൊക്കെ വളരുന്നത് ഒരു സാവധാന പ്രോസസ്സാണ്. ഗ്രോത്ത് ഓഫ് ട്രീസ്, മരങ്ങൾ വളരുന്നത് എന്താണ്? ഒരു സാവധാന സ്ലോ ചേഞ്ചസ് ആണ്. ഇനി ഫാസ്റ്റ് ചേഞ്ചസ് വരുന്നതാണ് പേപ്പർ കത്തുന്നത്, ബേണിംഗ് ഓഫ് പേപ്പർ,
ഒരു കടലാസ് കത്തുന്നത്, മെൽറ്റിംഗ് ഓഫ് ഷുഗർ പഞ്ചസാര ഒഴുകുന്നത്, ബ്രസ്റ്റിംഗ് ഓഫ് ക്രാക്കേഴ്സ് പടക്കം പൊട്ടുന്നത്, ഇവാബ്രേഷൻ ഓഫ് വാട്ടർ വെള്ളം പെട്ടെന്ന് നീരാവിയായി ബാഷ്പീകരണമായി മാറുന്നത്, കുക്കിംഗ് ഓഫ് ഫുഡ് ഭക്ഷണം പാകം ചെയ്യുന്നത്, ഗ്യാസിൻ്റെ അടുപ്പ് കത്തിക്കുന്നത്, ലൈറ്റിംഗ് ഓഫ് എ ഗ്യാസ് സ്റ്റവ്, ഇതൊക്കെ എന്താണ് ഫാസ്റ്റ് ചേഞ്ചസ് ആണ്. നമ്മൾ നോക്കാൻ പോകുന്നത് ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച്, ഭൗതിക മാറ്റവും രാസമാറ്റത്തെയും പറ്റി. വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ബേണിംഗ് ഓഫ് എ പീസ് ഓഫ് പേപ്പർ ആൻഡ് മെൽറ്റിംഗ് ഓഫ് വാക്സ്? കടലാസ് കത്തുന്നതും മെഴുക് ഒഴുകുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കടലാസ് കത്തി പേപ്പർ ബേൺ ചെയ്ത് ചാരമാകുന്നു, ആഷസാകുന്നു. ഈ ആഷസിനെ നമുക്ക് തിരിച്ച് പേപ്പറാക്കാൻ പറ്റുമോ, കടലാസാക്കാൻ പറ്റുമോ? ഇല്ല. അത് നടന്നത് എന്താണ്? കെമിക്കൽ ചേഞ്ചാണ്, രാസമാറ്റമാണ് നടന്നത്. ഇനി മെഴുക് ഉരുകുമ്പോൾ, വാക്സ് മെൽറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് നമ്മൾ പഠിച്ചു? വാക്സ് എന്താണ്? ഖരാവസ്ഥയിലിരിക്കുകയാണ്, സോളിഡ് സ്റ്റേറ്റിലിരിക്കുകയാണ്. അതിനെ ചൂടാക്കുമ്പോൾ അത് ഉരുകുമ്പോൾ അത് ദ്രാവക അവസ്ഥയിൽ അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നു. അതിനെ തണുപ്പിച്ചാൽ എന്താവുന്നു? തിരിച്ച് അത് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് സോളിഡ് സ്റ്റേറ്റിലേക്ക്, അതായത് ദ്രാവക അവസ്ഥയിൽ നിന്ന് ഖരാവസ്ഥയിലേക്ക് മാറുന്നു അല്ലേ? അപ്പം അവിടെ എന്താണ് നടക്കുന്നത്? ഫിസിക്കൽ ചേഞ്ചാണ് നടക്കുന്നത് അല്ലേ? നമുക്ക് തിരിച്ച് അതിനെ എന്താണ് പഴയ രൂപത്തിലേക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ അവിടെ എന്താണ്? ഫിസിക്കൽ ചേഞ്ച്, ഭൗതിക മാറ്റമാണ് നടക്കുന്നത്. അപ്പം നോ ന്യൂ സബ്സ്റ്റൻസ് ആർ ഫോംഡ് ഡ്യൂറിങ് എ ഫിസിക്കൽ ചേഞ്ച്, ഓൺലി ദി മോളിക്കുലർ അറേഞ്ച്മെൻറ്റ് ചേഞ്ചസ്. ഫിസിക്കൽ ചേഞ്ച്, ഭൗതിക മാറ്റത്തിൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല, ന്യൂ സബ്സ്റ്റൻസ് ഒന്നും ഉണ്ടാകുന്നില്ല. അവിടെ എന്തുമാത്രം നടക്കുന്നുള്ളൂ? മോളിക്കുലർ അറേഞ്ച്മെൻറ്റ് മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. തന്മാത്രകളുടെ ക്രമീകരണം മാത്രമേ ഭൗതിക മാറ്റത്തിൽ, ഫിസിക്കൽ ചേഞ്ചിൽ വ്യത്യാസപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി രാസമാറ്റം നോക്കുകയാണെങ്കിൽ ആ സബ്സ്റ്റൻസ് പുതിയൊരു സബ്സ്റ്റൻസായി, ആ ഒരു പദാർത്ഥം പൂർണ്ണമായി മറ്റൊരു പദാർത്ഥമായി മാറുന്നുണ്ട്. പുതിയൊരു മോളിക്യൂൾ തന്നെ അവിടെ ഫോം ചെയ്യുന്നു. പുതിയ തന്മാത്രകൾ തന്നെ രാസമാറ്റം നടക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഫിസിക്കൽ ചേഞ്ച് നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. ഒരു സാധനത്തെ നമുക്ക് തിരിച്ച് ആ രൂപത്തിലേക്ക് തന്നെ മാറ്റാൻ പറ്റുവാണെങ്കിൽ അതാണ് ഫിസിക്കൽ ചേഞ്ച്, ഭൗതിക മാറ്റം എന്ന് പറയുന്നത്. നമുക്കൊരു സാധനത്തെ തിരിച്ച് ആ രൂപത്തിലേക്ക് മാറ്റാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ മാറ്റത്തെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ചേഞ്ചിനെയാണ് നമ്മൾ രാസമാറ്റം അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ച് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും ഓർത്താൽ, ഇപ്പോൾ പാലിൻ്റെ കേസ്, പാല് തൈരാകുന്നു. തൈര് തിരിച്ച് നമുക്ക് പാലാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം അതെന്താണ്? രാസമാറ്റമാണ് നടന്നത്, കെമിക്കൽ ചേഞ്ചാണ് നടക്കുന്നത്. ജലം ഐസാകുന്നു. ഈ ഐസിനെ നമുക്ക് എന്താക്കാൻ പറ്റും? പിന്നെയും തിരിച്ച് വെള്ളമാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അവിടെ എന്താണ്? ഫിസിക്കൽ ചേഞ്ചാണ് നടക്കുന്നത്, ഭൗതിക മാറ്റം. അപ്പോൾ എന്തിനെയാണോ നമുക്ക് തിരിച്ച് പഴയ രൂപത്തിലേക്ക് തന്നെ മാറ്റാൻ സാധിക്കുന്ന അതാണ് ഭൗതിക മാറ്റം, ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. പുതിയ സബ്സ്റ്റൻസായി കിട്ടുന്ന അല്ലെങ്കിൽ പുതിയ പദാർത്ഥം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നമുക്ക് അതിനെ പഴയ രൂപത്തിലേക്ക് മാറ്റാൻ സാധിക്കുന്നില്ലെങ്കിൽ അതാണ് രാസമാറ്റമാണ് അവിടെ സംഭവിക്കുന്നത്, കെമിക്കൽ ചേഞ്ചാണ് സംഭവിക്കുന്നത്. അപ്പോൾ ചുവടെ നൽകിയിരിക്കുന്ന മാറ്റങ്ങളെ ഭൗതിക മാറ്റവും രാസമാറ്റവും എന്നിങ്ങനെ വേർതിരിക്കാമല്ലോ. ആരൊക്കെയാണ് ഫിസിക്കൽ ചേഞ്ച് കാണിക്കുന്നത്, ആർക്കൊക്കെയാണ് കെമിക്കൽ ചേഞ്ച് കാണിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കേർഡിങ് ഓഫ് മിൽക്ക്, പാല് തൈരാകുന്നത്. എന്താണ്? മിൽക്കിന്, പാലിനെ നമ്മൾ തൈരാക്കുന്നു. തൈര് തിരിച്ച് മിൽക്കാവോ, പാലാവോ? ഇല്ല. അപ്പം അതെന്താണ്? കെമിക്കൽ ചേഞ്ചാണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? രാസമാറ്റമാണ്, രാസമാറ്റം. ഇനി മെഴുകുതിരി കത്തുന്നു, ക്യാൻഡിൽ ബേൺ ചെയ്യുന്നു. തിരിച്ച് അത് നമുക്ക് ക്യാൻഡിലാക്കി മാറ്റാൻ, കത്തി തീർന്നിട്ട് നമുക്ക് തിരിച്ച് അതിനെ ക്യാൻഡിലാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം അതെന്താണ്? രാസമാറ്റമാണ്. അതും എന്താണ്? കെമിക്കൽ ചേഞ്ചാണ്. ബേണിംഗ് ഓഫ് ക്യാൻഡിലും കെമിക്കൽ ചേഞ്ചാണ്. ഇനി മെൽറ്റിംഗ് ഓഫ് വാക്സ്, മെഴുകുന്നത്, അതെന്താണ്? നമ്മൾ പഠിച്ചു. അതെന്താണ്? ഫിസിക്കൽ ചേഞ്ചാണ്. ആ ഒഴുകിയ മെഴുകിനെ നമുക്ക് തിരിച്ച് എന്താക്കാൻ പറ്റും? ദ്രാവക അവസ്ഥയിൽ നിന്ന് ഖരാവസ്ഥയിലേക്ക്, ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് അതിനെ സോളിഡ് സ്റ്റേറ്റിലേക്ക് തിരിച്ച് മാറ്റാനും സാധിക്കും. അപ്പോൾ അതെന്താണ്? ഫിസിക്കൽ ചേഞ്ചാണ്, ഭൗതിക മാറ്റമാണ് സംഭവിക്കുന്നത്. ഇനി ജലം ഐസാകുന്നു, ഫോർമേഷൻ ഓഫ് ഐസ്. വെള്ളത്തെ നമ്മൾ ഐസാക്കുന്നു, തിരിച്ച് ഈ ഐസിനെ നമുക്ക് പിന്നെയും ജലമാക്കാമല്ലോ. അപ്പോൾ അതെന്താണ്? ഫിസിക്കൽ ചേഞ്ചാണ്, ഭൗതിക മാറ്റമാണ്. ഐസ് ഉരുകുന്നത് ഭൗതിക മാറ്റമാണ്, ഫിസിക്കൽ ചേഞ്ചാണ്. ഡിസൊല്യൂഷൻ ഓഫ് സാൾട്ട് ഇൻ വാട്ടർ, ഉപ്പ് ജലത്തിൽ ലയിക്കുന്നത് ഒരു ഭൗതിക മാറ്റമാണ്. പുതിയ ഒരു പദാർത്ഥമൊന്നും ഉണ്ടാകുന്നില്ലല്ലോ, വെള്ളത്തിലേക്ക് ആ സാൾട്ട് അല്ലെങ്കിൽ ഉപ്പ് ലയിച്ച് ചേരുകയല്ലേ ഉള്ളൂ. അപ്പോൾ അതും എന്താണ്? ഒരു ഭൗതിക മാറ്റം, ഫിസിക്കൽ സ്റ്റേറ്റ് ആണ്. റെസ്റ്റിംഗ് ഓഫ് അയൺ,
ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് എന്താണ്? രാസമാറ്റമാണ്, കെമിക്കൽ ചേഞ്ച് ആണ്. ബേണിംഗ് ഓഫ് ഫയർവുഡ് കത്തുന്നത് അല്ലെങ്കിൽ വിറക് കത്തുന്നതെന്ന് പറയുന്നതും കെമിക്കൽ ചേഞ്ച് ആണ്, രാസമാറ്റമാണ്. ടേക്ക് സം ഐസ് ഇൻ എ ബൗൾ ആൻഡ് ഹീറ്റ് ഇറ്റ്. വാട്ട് ഹാപ്പൻസ്? ഒരു പാത്രത്തിൽ ഐസ് എടുത്ത് ചൂടാക്കുക. എന്ത് സംഭവിക്കുന്നു? ആ ഐസ് വെള്ളമാകുന്നു. വാട്ട് ഹാപ്പൻ ഇഫ് ഹീറ്റിംഗ് ഈസ് കണ്ടിന്യൂഡ്? ചൂടാക്കുന്നത് തുടർന്നാൽ എന്ത് സംഭവിക്കുന്നു? ആ ജലം തിളച്ച് നീരാവി ഉണ്ടാകാൻ തുടങ്ങും. വാട്ടർ ബോയിൽ ചെയ്ത് വാട്ടർ വേപ്പർ ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? ഐസ് ആയിരുന്നത് ചൂടാക്കുമ്പോൾ വെള്ളമാകുന്നു, പിന്നെ അതിനെ ചൂടാക്കുമ്പോഴത്തേക്ക് നീരാവി അല്ലെങ്കിൽ വാട്ടർ വേപ്പർ ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. You have learned about the arrangement of particles in different states of matter, that is solid, liquid and gas in lower classes. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ പദാർത്ഥങ്ങളുടെ കണികാ ക്രമീകരണം നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ ഓരോ അവസ്ഥയിലും കണികകൾ തമ്മിലുള്ള അകലം, ഡിസ്റ്റൻസ് ആൻഡ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദി പാർട്ടിക്കിൾസ്, അവ തമ്മിലുള്ള ആകർഷണ ബലം, കണികളുടെ ചലന വേഗത, ഊർജം, സ്പീഡ് ഓഫ് മൂവ്മെൻറ്റ് ആൻഡ് ദി എനർജി ഓഫ് ദി പാർട്ടിക്കിൾസ് ഇൻ ഈ സ്റ്റേറ്റ് ഇൻ ദി ഫോളോയിങ് ടേബിൾ എന്നിവയെക്കുറിച്ച് നമുക്ക് ഈ ടേബിൾ ഒന്ന് പൂർത്തീകരിച്ച് നോക്കാം. ഇപ്പോൾ സോളിഡിൽ ഖരാവസ്ഥയിൽ മോളിക്യൂൾസ് കണികൾ ഇങ്ങനെയാണ് അടുക്കി വെച്ച പോലെയാണ് ഇരിക്കുന്നത്. ലിക്വിഡ് ദ്രാവകത്തിൽ എത്തുമ്പോൾ മോളിക്യൂൾസ് തമ്മിൽ ചെറിയൊക്കെ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ഇനിയും ഗ്യാസ് വാതകത്തിൽ നോക്കുമ്പോൾ നല്ല ഡിസ്റ്റൻസ് കണികകൾ തമ്മിൽ മോളിക്യൂൾസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് തമ്മിലുണ്ട്. അപ്പോൾ അത് ഈ ഒരു പിക്ചർ വെച്ച് തന്നെ നമുക്ക് ഈ ടേബിൾ പൂർത്തീകരിക്കാൻ പറ്റും. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പാർട്ടിക്കിൾസ്, കണികൾ തമ്മിലുള്ള അകലം സോളിഡിൽ വളരെ കുറവാണ്, വെരി ലെസ് ആണ്. ലിക്വിഡിലാണെങ്കിൽ ദ്രാവകത്തിലാണെങ്കിൽ എന്താണ്? സോളിഡിനേക്കാളും കുറച്ചും കൂടെ കൂടുതലാണ് അല്ലേ? ഖരാവസ്ഥയെക്കാളും കണികൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അകലം എന്ന് പറയുന്നത് കുറച്ചും കൂടെ കൂടുതലാണ്. ഗ്യാസ് നോക്കുമ്പോൾ വളരെ കൂടുതലാണ്. ഇവർ രണ്ടുപേരെ നോക്കുമ്പോൾ കണികൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അകലം എന്ന് പറയുന്നത് എന്താണ്? വളരെ കൂടുതലാണ്. ഇനി അട്രാക്ഷൻ ബിറ്റ്വീൻ ദി പാർട്ടിക്കിൾസ്. സോളിഡിൽ ഖരാവസ്ഥയിൽ മോളിക്യൂൾസ് തമ്മിൽ അടുത്തടുത്തിരിക്കുന്നത് കൊണ്ട് അവർ തമ്മിലുള്ള ആകർഷണ ബലം അല്ലെ അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? വളരെ കൂടുതലാണ്, വെരി ഹൈ ആണ്, വളരെ കൂടുതലാണ്. ഇനി ലിക്വിഡ് ദ്രാവകത്തിലേക്ക് വരുമ്പോൾ സോളിഡിനേക്കാളും കുറവാണ്. ഖരത്തെ അപേക്ഷിച്ച് ലിക്വിഡ് ദ്രാവകത്തിൻ്റെ കേസിൽ കണികൾ തമ്മിലുള്ള ആകർഷണ ബലം അട്രാക്ഷൻ ബിറ്റ്വീൻ ദി പാർട്ടിക്കിൾസ് എന്താണ്? കുറച്ച് കുറവാണ്. ഇനി ഗ്യാസ് വാതകത്തിൻ്റെ കേസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഈ മോളിക്യൂൾസ് അല്ലെങ്കിൽ കണികൾ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ്? വളരെ കുറവാണ്, നല്ല രീതിയിൽ കുറവാണ്. ആരുടെ കേസിൽ? വാതകത്തിൻ്റെ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ കേസിൽ കണികൾ തമ്മിലുള്ള ആകർഷണ ബലം അട്രാക്ഷൻ ബിറ്റ്വീൻ ദി പാർട്ടിക്കിൾസ് എന്താണ്? വളരെ കുറവാണ്. സ്പീഡ് ഓഫ് മൂവ്മെൻറ്റ് ഓഫ് ദി പാർട്ടിക്കിൾസ്, കണികളുടെ ചലന വേഗത എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നോക്ക്, ഖരാവസ്ഥയിൽ അല്ലെങ്കിൽ സോളിഡ് അവസ്ഥയിലിരിക്കുന്ന കണികൾക്ക് ചലിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, അവരിങ്ങനെ അടുക്കി അടുത്തടുത്തിരിക്കുക. അപ്പോൾ എന്താണ്? വളരെ കുറവാണ് അവരുടെ ചലനം അല്ലെങ്കിൽ സ്പീഡ് ഓഫ് മൂവ്മെൻറ്റ് എന്താണ്? പാർട്ടിക്കിൾസിൻ്റെ വളരെ വെരി ലെസ് ആണ്. ഇനി ലിക്വിഡിലേക്ക് നോക്കുമ്പോൾ കുറച്ചും കൂടെ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറച്ച് കൂടുതലുണ്ട് അല്ലേ? അപ്പോൾ എന്താണ്? അവർക്കൊന്ന് ജസ്റ്റ് ഒന്ന് കൈയൊക്കെ ഒന്ന് അനക്കി അവർക്ക് നീങ്ങാൻ സാധിക്കും. അപ്പോൾ എന്താണ്? സോളിഡിനേക്കാളും അല്ലെങ്കിൽ ഖരാവസ്ഥയെക്കാളും ദ്രാവക അവസ്ഥയിലിരിക്കുന്ന കണികൾക്ക് ചലന വേഗതയുണ്ട്. ഗ്യാസ് അവസ്ഥയിൽ അല്ലെങ്കിൽ വാതക അവസ്ഥയിലിരിക്കുന്നവർക്കോ അവർക്ക് നല്ല രീതിയിൽ മൂവ് ചെയ്യാൻ സാധിക്കും. നല്ല സ്പീഡിൽ തന്നെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആ കണ്ടെയ്നറിനകത്താണ് ആ വാതകം നിറഞ്ഞിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഗ്യാസ് നിറഞ്ഞിരിക്കുന്നത് അവർക്ക് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവിടെ കണികളുടെ ചലന വേഗത എന്താണ്? വാതകത്തിൽ വളരെ കൂടുതലാണ്. ഇനി എനർജി ഓഫ് ദി പാർട്ടിക്കിൾസ് തമ്മിലുള്ള അല്ലെങ്കിൽ കണികൾ തമ്മിലുള്ള ഊർജം എനർജി എങ്ങനെയാണ്? സോളിഡിൽ അവർ തമ്മിലുള്ള വേഗതയും കുറവായതിനാൽ അവർ തമ്മിലുള്ള ഊർജവും എന്താണ്? വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ഇനി ദ്രാവക അവസ്ഥയിൽ വരുമ്പോഴത്തേക്ക് എന്താണ്? സോളിഡിനേക്കാളും കുറച്ചും കൂടെ എനർജി കൂടുതലാണ് കണികൾക്ക്, ഊർജം കൂടുതലാണ്, ഹയർ ദാൻ സോളിഡാണ്. ഖരത്തെ അപേക്ഷിച്ച് കൂടുതലാണ് ഊർജം, കണികൾ തമ്മിലുള്ള ഊർജം ദ്രാവക അവസ്ഥയിൽ. ഇനി ഗ്യാസ് വാതകാവസ്ഥയിൽ നല്ല രീതിയിൽ അവർ തമ്മിൽ ഊർജമുണ്ട്, കണികൾ തമ്മിലുള്ള ഊർജം, കണികളുടെ ഊർജം അല്ലെങ്കിൽ ഇനി ഗ്യാസ് അല്ലെങ്കിൽ വാതകാവസ്ഥയിൽ
പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഊർജ്ജം അല്ലെങ്കിൽ കണികളുടെ ഊർജ്ജം എന്ന് പറയുന്നത് എന്താണ്? വളരെ കൂടുതലാണ്, വെരി ഹൈ ആണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഒന്ന് നോക്കാം കണികൾ എങ്ങനെയാണ് ഓരോ കേസിലും സോളിഡിൽ, ഖരത്തിലും, ദ്രാവകം, ലിക്വിഡ്, ഗ്യാസ്, വാതകത്തിലിരിക്കുന്നതെന്ന്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പാർട്ടിക്കിൾസ്, കണികൾ തമ്മിലുള്ള അകലം ഖരാവസ്ഥയിൽ, സോളിഡ് സ്റ്റേറ്റിൽ വെരി ലെസ് ആണ്, വളരെ കുറവാണ്. ദ്രാവകാവസ്ഥയിൽ, ലിക്വിഡ് സ്റ്റേറ്റിൽ ഖരത്തെ അപേക്ഷിച്ച് കൂടുതലാണ്, സോളിഡിനേക്കാളും കൂടുതലാണ്. ആറ് കേസിൽ ലിക്വിഡ്, ദ്രാവകത്തിൽ. ഗ്യാസിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പാർട്ടിക്കിൾസ്, കണികൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് എന്താണ്? വളരെ കൂടുതലാണ്, വളരെ കൂടുതലാണ്, വെരി ഹൈ. ഇനി അട്രാക്ഷൻ ബിറ്റ്വീൻ ദി പാർട്ടിക്കിൾസ്, കണികൾ തമ്മിലുള്ള ആകർഷണ ബലം വളരെ കൂടുതലാണ് സോളിഡിൽ, ഖരാവസ്ഥയിൽ വളരെ കൂടുതൽ, വെരി ഹൈ ആണ്. ലിക്വിഡിൽ എന്താണ്? ആകർഷണ ബലം എന്താണ്? സോളിഡിനേക്കാളും, ഖരാവസ്ഥയെക്കാളും കുറവാണ്, ലെസ് ദാൻ സോളിഡ്, ഖരത്തെ അപേക്ഷിച്ച് കുറവാണ്. അട്രാക്ഷൻ ബിറ്റ്വീൻ ദി പാർട്ടിക്കിൾസ്, കണികൾ തമ്മിലുള്ള ആകർഷണ ബലം വാതകത്തിൽ അല്ലെങ്കിൽ ഗ്യാസിൽ വളരെ കുറവാണ്, കണികൾ തമ്മിൽ വലിയ ആകർഷണമില്ലല്ലോ, വളരെ കുറവാണ്, വെരി ലെസ് ആണ്. സ്പീഡ് ഓഫ് ദി മൂവ്മെൻറ്റ് ഓഫ് ദി പാർട്ടിക്കിൾസ്, കണികളുടെ ചലന വേഗത സോളിഡിൽ, ഖരാവസ്ഥയിൽ വളരെ കുറവാണ്. ലിക്വിഡ്, ദ്രാവകത്തിൽ വരുമ്പോൾ ഹയർ ദാൻ സോളിഡ്, ഖരത്തെ അപേക്ഷിച്ച് കൂടുതലാണ്, ഖരത്തെ അപേക്ഷിച്ച് കുറച്ചും കൂടെ കൂടുതലാണ്. ഇനി വാതകത്തിൽ നോക്കുമ്പോൾ കണികളുടെ ചലനവേഗത എന്ന് പറയുന്നത് എന്താണ്? വളരെ കൂടുതലാണ്, വെരി ഹൈ ആണ്. എനർജി ഓഫ് ദി പാർട്ടിക്കിൾസ്, സോളിഡിൽ കണികളുടെ ഊർജ്ജം എന്ന് പറയുന്നത് വെരി ലെസ്, വളരെ കുറവാണ്, വളരെ കുറവാണ്. ലിക്വിഡിൽ, ദ്രാവകത്തിൽ ഹയർ ദാൻ സോളിഡ്, സോളിഡിനേക്കാളും കുറച്ചും കൂടി ഊർജ്ജം കൂടുതലാണ്. ഇനി ഗ്യാസിൽ വരുമ്പോഴത്തേക്ക്, വാതകത്തിൽ വരുമ്പോഴത്തേക്ക് വെരി ഹൈ ആണ്, വളരെ കൂടുതലാണ് എനർജി ഓഫ് ദി പാർട്ടിക്കിൾസ്, കണികളുടെ ഊർജ്ജം എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയുമാണ് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. താങ്ക് യു.